നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. മെയ് മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം ലഗ്നത്തിൽ നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും നിൽക്കുന്നു. ലഗ്നത്തിൻ്റെ 2-ൽ ഗുരുശുക്ര യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല ദൈവാധീനത്തെ കൊടുക്കുന്നുണ്ട്. ലഗ്നാധിപതി വ്യാഴത്തോട് യോഗം ചെയ്ത് രക്ഷാസ്ഥാനത്താണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനും സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ളൊരു സമയമാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൽ ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം ചെയ്യുന്ന പ്രവൃത്തിയിൽ വൃത്തിയായിട്ട് നിപുണതയോടുകൂടി പ്രവൃത്തിയെടുക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും യോഗമുണ്ട്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയാനായിട്ട് യോഗമുണ്ട്. മാത്രമല്ല സർവാഭിഷ്ട സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. എന്നാൽ 4-ാം ഭാവത്തിൽ ധനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ്. കർമ്മസ്ഥാനത്ത് രാഹു ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ചെറിയ മുടക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് രീതിയിലുള്ള ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു മാസമാണ്. എന്നാൽ പോലും ചെറിയ കാലസർപ്പയോഗത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുണ്ട്. അത് കാരണം കൊണ്ട് നാഗക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാനായിട്ട് ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. അപ്പോൾ ലഗ്നത്തിൽ തന്നെ 4-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം വീട് നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം ആണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് വീട് നോക്കാനും നമ്മളുടെ സംസാരം മറ്റുള്ളവർ അംഗീകരിക്കാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മാസത്തിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കാർത്തിക നക്ഷത്രത്തിന് ആദ്യത്തെ 15 നാഴിക മേടത്തിലാണ് വരുന്നത്. ബാക്കി 45 നാഴികയാണ് ഇടവക്കൂറിൽ വരുന്നത്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രുചകായൊക്കെ ചെയ്ത് നിൽക്കുന്നത് കാരണം അനുകൂല ഫലം പ്രതീക്ഷിക്കാമെങ്കിൽ പോലും കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. വ്യാഴം അപജയസ്ഥാനത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസുക്താർച്ചനയും ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ കൂടെ നാഗപൂജയും കൂടി ചെയ്യണം. നാഗദോഷമുണ്ട്. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രക്ഷാസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനമുണ്ട്. പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ രാഹുപൂജയും കേതുപൂജയും ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറ്റി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടാകും. പിന്നെ ദേഷ്യം, എടുത്തിയാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രത്യേകമായിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുള്ള മാസമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ള ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കൈകൾക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, കാലിൻ്റെ മുട്ടുവേദന പോലെയുള്ള രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ദോഷകരമായിട്ടുണ്ട്. അപ്പോൾ നാഗപൂജ ചെയ്യുക. അതേപോലെ തന്നെ രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യുക. നല്ല രീതിയിൽ പ്രാർത്ഥനയുണ്ടായാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.